ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മുടെ സബ്ജക്റ്റ് ഗ്രേപ്സ് ക്ലീനിങ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, മുന്തിരി ഒരുപാട് വിഷം അടിച്ചിട്ടാണ് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത്. വളരെ നല്ലൊരു ഫ്രൂട്ടാണ് മുന്തിരി, എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ ഇന്നത്തെ ഈ ഒരു ചുറ്റുപാടിൽ വെറുതെ ഒരു സാധാരണ വെള്ളം കൊണ്ട് നമ്മൾ കഴുകിയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും അതിൽ അടിച്ചിട്ടുള്ള വിഷാംശം നീക്കം ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ മുന്തിരിയിലെ വിഷാംശം കളയാൻ പറ്റുന്നത് എന്നാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതിലിപ്പോൾ ഞാനൊരു 2 മെത്തേഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഏതാണോ പറ്റുന്നതെന്നുണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾ ഫോളോ ചെയ്യുക. എന്തായാലും നിങ്ങൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം മാത്രം മുന്തിരി യൂസ് ചെയ്യുക. അപ്പോൾ അതിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം, നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതിന് തൊട്ട് താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തന്നെ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെല്ലൈക്കൺ വരും, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മൊബൈലിൽ ലഭിക്കും. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ നീളത്തിലുള്ള ഈ മുന്തിരിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നമുക്ക് പല ടൈപ്പിലും മുന്തിരി അവൈലബിൾ ആണ്. എനിക്കിപ്പോൾ കിട്ടിയത് ഇതാണ്. അപ്പോൾ ഞാനിതിനെ 2 പാത്രത്തിലായിട്ട് സെപ്പറേറ്റ് ചെയ്യാണ്, 2 രീതിയിലും കാണിച്ചു തരാനായിട്ട്. ആദ്യം ഇതുപോലെ ഒരു പാത്രത്തിലുള്ള മുന്തിരി എടുക്കുക. ഇനി അതിലോട്ട് നമുക്ക് 1 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു 20 ml വിനാഗിരിയാണ്. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സിന്തറ്റിക് വിനീഗറാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഈ വിനാഗിരി 1 ലിറ്റർ വെള്ളത്തിന് 20 ml എങ്കിലും വിനീഗർ ഒഴിക്കണം എന്നാണ് കണക്ക്. എന്നിട്ട് നമ്മളത് അങ്ങനെ വയ്ക്കുക. ഇനി ഇത് ഇങ്ങനെ ഒരു 1 മണിക്കൂർ ഇതുപോലെ തന്നെ വെച്ചേക്കുക. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കണം. ഇനി നമുക്ക് അടുത്ത മെത്തേഡ് നോക്കാം. ഇതുപോലുള്ള മുന്തിരിയിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം, 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ്. 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതങ്ങനെ തന്നെ വെക്കണം. ഇത് ഏകദേശം ഒരു 1/2 മണിക്കൂർ വെച്ചാൽ മതി. എന്നിട്ട് നമുക്കതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതൊരു ഏകദേശം 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് ഇത്തിരി ഒരു കുഴിയുള്ള പാത്രത്തിലോട്ട് ഇടുകയാണ്, എന്നാലല്ലേ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൈവച്ച് നന്നായിട്ട് തിരുമ്പി ഇത് കഴുകണം. ഞാനിപ്പോൾ ഇതൊരു 4 പ്രാവശ്യം നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾ നേരത്തെ വിനാഗിരിയിൽ ഇട്ട് വെച്ച മുന്തിരിയും ഇതേപോലെ തന്നെ നന്നായിട്ട് വെള്ളമൊഴിച്ച് ക്ലീൻ ചെയ്ത് ഡ്രെയിൻ ചെയ്തെടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിലേത് മെത്തേഡാണ് കൂടുതൽ സൗകര്യപ്രദം എന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യുക. എന്തായാലും ഏതെങ്കിലും ഒന്ന് തീർച്ചയായും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ നല്ല നല്ല റെസിപ്പികൾക്കും ടിപ്പുകൾക്കും എല്ലാമായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്